ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ആപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആകെ നമുക്ക് വേണ്ടത് 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളറോ പ്രിസർവേറ്റീവോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ജാം തയ്യാറാക്കാനായിട്ട് പലപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്നത് തയ്യാറാക്കാനായിട്ട് പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്. അതും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ വൈറ്റ് ഷുഗറും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഈ ജാം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1/2 കിലോ ആപ്പിളാണ്. ഞാനിവിടെ 4 മീഡിയം സൈസ്ഡുള്ള ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കിലോ ആപ്പിളാണ്. ഇതാദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം തോല് കളഞ്ഞ് അതുപോലെ തന്നെ സീഡ്സും കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും ഇത് ഏതാണ്ടൊരു 400 ഗ്രാം ആണുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ട്സ് ആണ്. ബീട്രൂട്ട് എന്ന് പറയുന്നതും ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതാണ്ടൊരു 70 ഗ്രാം വരുന്ന ഒരു ചെറിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് നമുക്കൊന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. ഇത് രണ്ടും കൂടി ഇനി നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ടാണ് പോകുന്നത്. സ്റ്റീം ചെയ്യുമ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള സ്റ്റീമറും നമുക്ക് ഉപയോഗിക്കാം. സ്റ്റീം ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ബീട്രൂട്ട് ഇട്ടൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്ത് പകുതിയായ സമയത്ത് ആപ്പിൾസ് ചേർത്ത് കൊടുക്കാം. കാരണം ബീട്രൂട്ട് കുക്കാവാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരാറുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. അപ്പം അത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ച് എടുക്കാം. അത് ഒന്ന് സ്റ്റീം ചെയ്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പനങ്കൽക്കണ്ടൊന്ന് അലിയിച്ച് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ പാം ഷുഗർ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പനങ്കൽക്കണ്ട് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺറിഫൈൻഡ് കെയിൻ ഷുഗർ വാങ്ങിച്ച് ഉപയോഗിക്കാം. അൺറിഫൈൻഡ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വൈറ്റ് ഷുഗർ അണ്ടർഗോ ചെയ്യുന്ന കെമിക്കൽ പ്രോസസ്സും ബ്ലീച്ചിങ് പ്രോസസ്സും ഒന്നും ചെയ്യാത്ത നമ്മുടെ കെയിൻ ഷുഗറാണ്. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ഉപയോഗിക്കാം. പക്ഷേ പാം ഷുഗറോ അതുപോലെ തന്നെ അൺറിഫൈൻഡ് കെയിൻ ഷുഗറോ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാണ്. ഇവിടെ ഞാൻ 1 കപ്പ് പാം ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 250 ml ഒരു കപ്പ്. അതിൽ നിറച്ച് നമ്മൾ പാം ഷുഗറിൻ്റെ ക്രിസ്റ്റൽസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്രിസ്റ്റൽസ് ആണുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയ ക്രിസ്റ്റൽസാണ്. ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് തിളപ്പിച്ച് പാവ് പോലത്തെ കൺസിസ്റ്റൻസി ഒന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് അടച്ചു വെച്ച് അതൊന്ന് അലിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് ബാക്കി തന്നെ ഡിസോൾവ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ആപ്പിൾസും ബീട്രൂട്ടും കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് സ്മൂത്ത് പ്യൂരിയാക്കി അരച്ചെടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാം ഷുഗറാണ്. അതായത് നമ്മുടെ പനങ്കൽക്കണ്ട്. ഇതിപ്പോൾ അരിച്ചൊഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ക്രിസ്റ്റൽസ് അലിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു അല്പം വെള്ളം കൂടി ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് വീണ്ടും നന്നായിട്ട് അലിയിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പാം ഷുഗറും നമ്മൾ അലിയിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രിസർവേറ്റീവ് ആയിട്ടും ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനും ഇത് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്ത് എടുക്കണം.
അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ചെറിയ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് ആ ഒരു ജാം കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ബീട്രൂട്ട് ഉണ്ടെന്ന് പോലും അറിയാത്ത വിധം അതിൻ്റെ ടേസ്റ്റ് മാസ്കായി പോവും. അപ്പോൾ നന്നായിട്ട് നമ്മളിനി കുക്ക് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഇത് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല അടികട്ടിയുള്ള ഒരു കടായിയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെയൊക്കെ ലിസ്റ്റുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സ്റ്റീലായാലും അയൺ കടായിസ് ആയാലും ഒക്കെ ഞാൻ ഏതാണ് ഉപയോഗിക്കുന്നതെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ തയ്യാറാക്കാനായിട്ട് നമുക്ക് അടികട്ടിയുള്ള പാത്രം തന്നെ വേണം. അതും നോൺ സ്റ്റിക്ക് എടുക്കാതെ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ പല റെസിപ്പീസും അതിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒട്ടും പ്രശ്നമില്ലാതെ തന്നെ എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം കുക്ക് ചെയ്യുക. കാരണം ഹൈ ഫ്ലെയിമൊക്കെ ആണെങ്കിൽ ഒന്നാമത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം മാംഗോ ജാമൊക്കെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഇങ്ങനെ തെറിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആപ്പിൾ ജാം അങ്ങനെ അത്രയും ഒന്നും തെറിക്കാറില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ടൊരു 10 to 15 മിനിറ്റ്സ് കുക്കായ ശേഷം നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് പുളി തോന്നുന്നുണ്ട്, അതായത് മധുരം തീരെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി പാം ഷുഗർ അലിയിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല, ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ്. പക്ഷേ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് നല്ല മധുരമുള്ള ജാമായിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരല്പം കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പാം ഷുഗറിൻ്റെ മധുരം അനുസരിച്ചും അത് വ്യത്യാസം വരാം. അപ്പോൾ അത് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുറുക്കി ആ ഒരു ജാം കൺസിസ്റ്റൻസി എത്തുന്നവരെ നമുക്ക് ഇത് കുക്ക് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ജാമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് നോക്കാം. നമ്മളിതാ ഇങ്ങനെ കടായിൽ ഇങ്ങനെ ഒരു വുഡൻ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അടിഭാഗം വളരെ ക്ലീൻ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഒരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തയ്യാറാക്കാൻ, നമ്മളിത് സ്റ്റീം ചെയ്യാനും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഒരു ചെറിയൊരു പ്ലേറ്റ് ഫ്രീസറിനകത്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ആ പ്ലേറ്റ് ഫ്രീസറിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഒരല്പം നിങ്ങൾക്ക് റെഡിയായി എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ജാം അതിനോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ അധികം ഒലിച്ചു പോവാണ്ട് അവിടെ തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ ഒരു വിരൽ കൊണ്ട് അതിൻ്റെ നടുക്കിങ്ങനെ റൺ ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്തും ജാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് പാടില്ല. ആ നമ്മൾ വരച്ച വര എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഇരിക്കണം. അതിലോട്ട് നമ്മുടെ ജാം സ്പ്രെഡ് ചെയ്ത് വരാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജാം കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും സ്പ്രെഡബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അത് ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ജാം ബ്രെഡിലായാലും മറ്റ് ചപ്പാത്തി പോലത്തെ ആയാലും നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കുറേയും കൂടി കട്ടിയാക്കി എടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് ഈ ഒരു സ്പ്രെഡബിൾ കൺസിസ്റ്റൻസിയിലുള്ള ജാമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. നമ്മുടെ ജാം ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു നല്ല എയർ ടൈറ്റ് ഗ്ലാസ് ജാറിൽ അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് തന്നെയാണ് സൂക്ഷിക്കാറ്. ഫ്രിഡ്ജിനകത്ത് നമുക്കൊരു 2 മാസം വരെയൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഞങ്ങൾ സ്നാക്സ് ആയിട്ട് ചില ദിവസങ്ങളിൽ ഡ്രൈ ഫ്രൂട്ട് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പാവ് ഉണ്ടാക്കുകയാണെങ്കിൽ പാവിൻ്റെ കൂടിയും ഞാൻ ഇത് കൊടുക്കാറുണ്ട്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ചിലപ്പോൾ ഇഡ്ഡലി ദോശ വരെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കറികളുമായിട്ട് മോൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ജാം വെച്ച് കൊടുക്കുമ്പോൾ ആൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ ഒരു സ്പ്രെഡ് ഞാൻ കരുതാറുണ്ട്. അത് സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജാംസ് പോലെ തയ്യാറാക്കിയാണ് വെക്കാറ്. അപ്പോൾ
ആപ്പിളിൻ്റെ സീസണാണ്, തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചാനലിൽ പഴം കൊണ്ടുള്ള ജാമിൻ്റെ റെസിപ്പിയും അതുപോലെ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുള്ള ജാമിൻ്റെ റെസിപ്പിയും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.